എല്ലാവർക്കും നമസ്കാരം. PMMEYയുടെ പാസ്വേഡ് മറന്നുപോയാൽ എന്താണ് ചെയ്യേണ്ടത്, പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള വീഡിയോ ആണിത്. അപ്പോൾ അഥവാ നിങ്ങളുടെ PMMEYയുടെ പാസ്വേഡ് മറന്നുപോയാൽ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് PMMEYയുടെ ഒരു ലോഗിൻ പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ കാണും. അപ്പോൾ നമ്മളിവിടെ യൂസർ ID പാസ്വേഡ് ഒന്നും അടിച്ചു കൊടുക്കേണ്ട, നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോർഗെറ്റ് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ കാണും. ഇവിടെ ഒരു യൂസർ ID എന്നുള്ളൊരു ഭാഗം കാണും. അതിൽ നിങ്ങളുടെ യൂസർ ID അടിച്ചു കൊടുക്കുക. അത് കൃത്യമായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ വെരിഫൈ എന്നുള്ളൊരു ഭാഗം കാണും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിങ്ങളുടെ യൂസർ ID കാണാൻ കഴിയും. അതുപോലെ തന്നെ എ കോഡ് ഹാസ് ബീൻ സെൻഡ് ടു എന്ന് പറഞ്ഞിട്ട് PMMEY ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ കുറച്ച് നമ്പറുകൾ കാണാൻ കഴിയും. അപ്പോൾ അത് രണ്ടും ഇതിൽ മറച്ചു വെച്ചതുകൊണ്ടാണ് കാണാത്തത്. ആ ഒരു നമ്പറിലേക്കാണ് OTP വരിക. ആ ഒരു OTP കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരുന്ന ആ ഒരു OTP കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ആ ഒരു ക്യാപ്ച, അതായത് കുറേ നമ്പറുകളും അക്കങ്ങളൊക്കെ കാണാം, അക്ഷരങ്ങളൊക്കെ കാണാം, അത് ഈ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വാലിഡേറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ന്യൂ പാസ്വേഡ് എന്ന ഭാഗത്ത് പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നോ ഒന്നിൽ കൂടുതലോ വലിയ അക്ഷരങ്ങൾ വേണം. അതേപോലെ തന്നെ ഒന്നോ ഒന്നിൽ കൂടുതലോ ചെറിയ അക്ഷരങ്ങൾ വേണം. അതേപോലെ ഒന്നോ ഒന്നിൽ കൂടുതലോ അക്കങ്ങൾ വേണം. അതേപോലെ തന്നെ ചിഹ്നങ്ങളും ഉൾപ്പെടുത്തണം. അത് നമുക്ക് ഇഷ്ടമുള്ളത്ര ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതെല്ലാം കൂടെ ചുരുങ്ങിയത് 8 പ്രതീകങ്ങളെങ്കിലും വേണം. 8ൽ കൂടി വെച്ചിട്ട് പ്രശ്നമില്ല, പക്ഷേ 8ൽ കുറയാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ വലിയക്ഷരങ്ങളും ചെറിയക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് 8 പ്രതീകങ്ങളിൽ കുറയാത്ത ഒരു പാസ്വേഡാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു ന്യൂ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേ സെയിം പാസ്വേഡ് അതേ രീതിയിൽ തന്നെ ഇവിടെ തൊട്ടു താഴെ കൺഫേം പാസ്വേഡ് എന്ന ഭാഗത്തും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ടു താഴെ കാണുന്ന അപ്ഡേറ്റ് പാസ്വേഡ് എന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പുതിയ പാസ്വേഡ് അപ്ഡേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ രീതിയിലാണ് PMMEYയുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.